കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അവൻ ഒരുപാട് ഇഷ്ടമുള്ള നിധിയുടെ പിറന്നാളാണ്. വീടിനകം മുഴുവൻ അവർ വർണ്ണബലൂണുകളും അലങ്കാരം കൊണ്ടൊക്കെ നിറച്ചിരുന്നു. മേശക്ക് പുറത്ത് അവൾക്കായി വാങ്ങിച്ച മനോഹരമായ കേക്കും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സുധീഷ് പതുക്കെ നിധിയുടെ മുറിയിലേക്ക് നടന്നു. ഉറങ്ങിക്കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. പതുക്കെ അവളെ വിളിച്ചു നിർത്തി. ഉറക്കച്ചവടോടെ കണ്ണു തുറന്ന നിധി ചുറ്റും നോക്കി അത്ഭുതപ്പെട്ടു. ഹാളിലേക്ക് വന്ന അവളുടെ കണ്ണുകൾ വിടർന്നു. അലങ്കാരങ്ങളും സ്നേഹം നിറച്ച ആ കേക്കും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം മിന്നിമറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ നിധി. സുധീഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇതൊക്കെ എപ്പോഴാ ചെയ്തത്? താങ്ക്സ് സുധീഷ് ഏട്ടാ. അവൾ സന്തോഷത്തോടെ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തു. ഇതിനിടയിലാണ് പുറത്തെ ബഹളം കേട്ട് ഭാസ്കരൻ അച്ഛൻ ഉറക്കമുണർന്നു വന്നത്. നിധിയുടെ പിറന്നാളാണ് എന്നറിഞ്ഞപ്പോ അച്ഛന്റെ മുഖത്ത് വലിയൊരു സന്തോഷം വന്നു. അച്ഛൻ സ്നേഹത്തോടെ അവൾക്കൊരു പാട്ട് പാടിക്കൊടുത്തു. പാട്ട് കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ നിധി ഒരു കഷ്ണം കേക്ക് അച്ഛന്റെ നേരെ നീട്ടി. ഞാൻ ഇപ്പൊ വരാം മോളെ, ഒന്ന് ബാത്റൂമിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ വേഗം അവിടെ നിന്നു മാറി. ആ സമയത്തിന് സുധീഷ് നിധിക്കായി വാങ്ങിച്ച മറ്റൊരു സ്പെഷ്യൽ കേക്ക് എടുക്കാൻ പോവുകയായിരുന്നു. നിധിക്ക് മാത്രം കഴിക്കാൻ വേണ്ടി അവൻ പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു അത്. നിലത്ത് വെച്ചിരുന്ന ആ ഒരു കേക്കിനകത്തേക്ക് സുധീഷ് വരുന്നതും ബാത്റൂമിൽ നിന്നും തിരികെ വന്ന അച്ഛനറിയാതെ ആ ഒരു കേക്കിന് മുകളിലെങ്ങ് ചവിട്ടുന്നതും ഒന്നിച്ചായിരുന്നു. ചവിട്ടി അരഞ്ഞ കേക്ക് കണ്ടപ്പോൾ സുധീഷിന്റെ നിയന്ത്രണം വിട്ടു. ഇത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനം നശിച്ചു പോയതിന്റെ സങ്കടവും ദേഷ്യവും അവൻ അച്ഛനോട് തീർത്തു. അച്ഛനത് എന്ത് പണിയെ കാണിച്ചത്? ഞാൻ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ച കേക്കായിരുന്നു ഇത്. കണ്ണ് കാണാൻ പാടില്ലേ? അവൻ ഉറക്കെ ചോദിച്ചു. അവൻ വല്ലാതെയായി പോയി. സുഭാഷേട്ടൻ വേഗം നികേഷിനോട് ആ കേക്ക് എടുത്ത് പുറത്ത് കളയാൻ പറഞ്ഞു. സുധീഷിന്റെ സങ്കടം കണ്ടപ്പോൾ നിധിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അവൾ പതുക്കെ മുന്നോട്ട് വന്നു. ആദ്യം മുറിച്ച ആ ഒരു കേക്കിൽ നിന്നും ഒരു കഷ്ണം കൂടി എടുത്തു. എനിക്ക് ഈ കേക്ക് തന്നെ ഭയങ്കര ഇഷ്ടായി സുധീഷേ, ഇത് മതി, അവൾ അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അത് കേട്ട് അവന്റെ ഉള്ളിലെ ദേഷ്യം കുറച്ചൊന്നങ്ങ് തണുത്തു. നേരം പുലർന്നു. നിധിയുടെ പിറന്നാളായതുകൊണ്ട് സുഭാഷേട്ടൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറി നല്ല ഒന്നാം തരം പായസം ഉണ്ടാക്കി. കുളിച്ചിറങ്ങി വന്ന നിധിക്ക് സുഭാഷേട്ടന് പായസം കൊടുത്തു. അവൾ അത് സന്തോഷത്തോടെ കുടിക്കുന്നത് കണ്ടപ്പോൾ സുഭാഷേട്ടന്റെ മുഖത്ത് ഒരു സങ്കടം. നിനക്ക് ഈ പിറന്നാളിന് ഒരു ഡ്രസ്സ് പോലും വാങ്ങിത്തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ മോളെ, സുഭാഷേട്ടൻ വിഷമത്തോടെ പറഞ്ഞു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വന്നത്. അവന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടേട്ടാ, പക്ഷേ അവൾ അത് വാങ്ങിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാ കൊടുക്കാതിരുന്നത്, സുധീഷ് മടിയോടെ പറഞ്ഞു. എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഇങ്ങോട്ടേക്ക് താ. നിധി ചിരിച്ചുകൊണ്ട് കൈയിട്ട് വാങ്ങി. സുധീഷ് സന്തോഷത്തോടുകൂടി ആ സാരി അവൾക്ക് നേരെ നീട്ടി. കവർ തുറന്ന് സാരി കണ്ട നിധിയുടെ കണ്ണുകൾ നിടർന്നു. വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ്. അവൾ സന്തോഷത്തോടെ ആ സാരിയും പിടിച്ച് മുറിയിലേക്ക് ഓടി. താൻ കൊടുത്ത ഗിഫ്റ്റ് അവൾക്ക് അത്രമാത്രം ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ സുധീഷിന് സന്തോഷം അടക്കാനായില്ല. അവൻ സുഭാഷേട്ടനെയും ഹരീഷിനെയും നികേഷിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി തുള്ളിച്ചാടി ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സാരിയും എടുത്ത് നിധി പുറത്തേക്ക് വന്നു. സാരിയിൽ അവളെ കണ്ടപ്പോൾ സുധീഷിന് കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നുപോയി. അത്രമാത്രം സുന്ദരിയായിരുന്നു അവൾ ആ സാരിയിൽ. എങ്ങനെയുണ്ട് സുധീഷേ, കൊള്ളാമോ? ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ഈ സാരി എടുത്തിട്ടാ പോകുന്നത്, അവൾ അവനോട് പറഞ്ഞു. സൂപ്പറായിട്ടുണ്ട് നിധി. സുധീഷിന്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അവൻ വീണ്ടും മുറ്റത്തേക്കോടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോയി വരാൻ സുഭാഷേട്ടൻ അവരോട് പറഞ്ഞു. നിധി ഒറ്റയ്ക്ക് പോവാൻ മടിച്ചിട്ട് നികേഷിനെയും കൂട്ടി. അങ്ങനെ 3 പേരും അമ്പലത്തിലേക്ക് തിരിച്ചു. അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ നികേഷ് മനഃപൂർവ്വം അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന അവിടെ നിന്നും മാറി നിന്നു. സുധീഷ് പ്രതീക്ഷയോടെ നിധിയെ നോക്കി. താങ്ക്സ് നിധി. അന്ന് ഞാൻ വാങ്ങി തന്ന ഡ്രസ്സ് നീ വേണ്ട എന്ന് വെച്ചു, പക്ഷേ ഇന്ന് ഈ സാരി നീ സന്തോഷത്തോടെ വാങ്ങിച്ചല്ലോ. നിധി അവനെ ഒന്ന് നോക്കി ചിരിച്ചു. അന്ന് നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നല്ലോ സുധീഷേ, പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മളിപ്പോ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ സുധീഷ് ഇപ്പൊ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക്. ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സന്തോഷത്തോടെ വാങ്ങിച്ചത്. എന്നാ ആ വാക്കുകൾ സുധീഷിന്റെ നെഞ്ചിൽ ഒരു അമ്പ് തറക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. അവളുടെ മനസ്സിൽ താൻ ഒരു സുഹൃത്ത് മാത്രമാണെന്ന ആ ഒരു യാഥാർത്ഥ്യം അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന വാശിയിൽ അവൻ അമ്പലമുറ്റത്ത് ശയനപ്രദക്ഷിണം നടത്താൻ തുടങ്ങി. പെട്ടെന്നാണ് നിധിക്ക് ഓഫീസിൽ നിന്നൊരു കോള് വന്നത്. എമർജൻസിയാണെന്നും പെട്ടെന്ന് എത്തണമെന്നും പറഞ്ഞപ്പോൾ അവൾ സുധീഷിനെ അവിടെയാക്കി വേഗം പോയി. സുധീഷിന്റെ ഈ ഒരു കോപ്രായങ്ങൾ കണ്ട് നികേഷ് അവനെ വഴക്ക് പറഞ്ഞു. നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിർത്തിക്കോ, ഇതാണെങ്കിൽ ഒട്ടും ശരിയാവില്ല എന്ന് നികേഷ് അവന് താക്കീത് നൽകി. ഓഫീസിലേക്ക് എത്തിയ നിധി ഒട്ടും സമാധാനമുണ്ടായിരുന്നില്ല. അവൾ വേഗം ഗോപി സാറിനെ വിളിച്ചു. സാർ, ഞാൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരേണ്ടത്? എനിക്ക് സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്നും കൃത്യമായിട്ട് അറിയില്ല. വഴി ഞാൻ പറഞ്ഞു തരാം, എപ്പോ വേണമെങ്കിലും വരാം. ഞാൻ വൈകുന്നേരം 6 മണി വരെ സ്റ്റേഷനിലുണ്ടാവും, ഗോപി സാർ മറുപടി പറഞ്ഞു. 6 മണിക്ക് മുൻപ് എത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് നിധി പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് പോയി ലീവ് ചോദിച്ചു. വാമനപുരത്തേക്ക് ഒരു ബന്ധുവിനെ കാണാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. വാമനപുരം വരെയാണോ? എനിക്കും ആ വഴിക്ക് ഒരു വർക്കിന്റെ ആവശ്യമുണ്ട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം.
അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സിദ്ധാർത്ഥ് നിർബന്ധിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ആ കാറിൽ കയറേണ്ടി വന്നു. കാറിലെ യാത്രക്കിടയിൽ സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ ഒരു പാട്ട് വെച്ചു. അവൻ അവളോട് വീട്ടുകാരെക്കുറിച്ചും കുടുംബക്കാരെക്കുറിച്ചൊക്കെ ചോദിച്ചു തുടങ്ങി. വിദേശത്ത് പോയി പഠിക്കണമെന്നും നല്ലൊരു ജോലി വാങ്ങിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞാൻ ഈ ആർക്കിടെക്ട് പഠിച്ചത്. പക്ഷേ വീട്ടുകാർക്ക് അതിനൊന്നും തന്നെ താല്പര്യമില്ലായിരുന്നു. അവരുടെ വാക്ക് കേൾക്കാതെ തിരുവനന്തപുരത്തു നിന്ന് ജോലിക്ക് വന്നതുകൊണ്ട് അവർക്ക് എന്നോട് വലിയ ദേഷ്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോ വീട്ടിലേക്കൊന്നും അങ്ങനെ പോവാറില്ല, നിധി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. വാമനപുരത്തേക്ക് റിലേറ്റീവിനെ കാണാനാണോ ശരിക്കും പോകുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അതെ, അവരുടെ വീട്ടിലേക്കല്ല, അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. പുള്ളി അവിടെ ഒരു കോൺസ്റ്റബിൾ ആണ്, അവൾ കള്ളം പറഞ്ഞു. സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. എനിക്കും വീട്ടുകാരുമായി പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാനും എന്റെ ഫ്രണ്ടും കൂടി ലോൺ എടുത്ത ഈ കമ്പനി തുടങ്ങിയത്. അച്ഛൻ ബിസിനസ് തുടങ്ങാൻ പണം തരാമെന്ന് പറഞ്ഞതാ, പക്ഷേ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അതിന്റെ പേരിൽ അച്ഛനും എന്നോട് വലിയ താല്പര്യമില്ല. പെട്ടെന്നാണ് നിധിയുടെ ഫോൺ ശബ്ദിച്ചത്. അവളുടെ ഫ്രണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. സാരത്തിൽ നിന്ന് തന്നെ നിധിയുടെ പിറന്നാളാണ് എന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി. അവൻ പെട്ടെന്ന് തന്നെ അവളെ വിഷ് ചെയ്തു. അവൻ പെട്ടെന്ന് വഴിയിൽ ഒരു ബേക്കറിയുടെ മുന്നിൽ നിർത്തി ചെറിയൊരു കേക്കും വാങ്ങിച്ച് അവൾക്ക് സർപ്രൈസായി നൽകി. ഹാപ്പി ബർത്ത്ഡേ നിധി. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോ കാറ് വാമനപുരത്തെത്തി. ഞാൻ നിന്നെ സ്റ്റേഷൻ വരെ കൊണ്ടുപോയേക്കാമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ ബസ്സിൽ വരുമെന്നാ പറഞ്ഞിട്ടുള്ളത്. കാറിൽ വന്ന അവർ പലതും ചോദിക്കും. എന്നെ ഇവിടെ ഇറക്കിയാ മതി, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ അവിടെ ഇറക്കി. തിരിച്ചു പോകുന്ന സമയം ചോദിച്ചു മനസ്സിലാക്കിയ അവൻ തിരിച്ചു പോകുമ്പോഴേക്കും താൻ വന്ന് ഡ്രോപ്പ് ചെയ്യാമെന്നും ഉറപ്പു പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോയത്. നിധി നടന്ന് സ്റ്റേഷനിലേക്ക് എത്തി. നെഞ്ചിടിപ്പോടെ അവൾ ഗോപി സാറിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. സാർ, അന്ന് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സാർ എന്തിനാ എന്നെ വിളിച്ചത്? ഞാനും സുധീഷും തമ്മിൽ ഒരിക്കലും സെറ്റാവത്തില്ല, അവൾ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ടില്ലേ ആ കല്യാണം നടത്തിയത്? സുധീഷ് നിന്നെ വല്ലതും ഉപദ്രവിച്ചോ? അതോ അവന്റെ വീട്ടുകാരാണോ പ്രശ്നം? ഗോപി സാർ ചോദിച്ചു. അതൊന്നുമല്ല സാർ, എനിക്ക് സുധീഷിനെ ഇഷ്ടമില്ല. എന്റെ വീട്ടിൽ നിന്നുള്ള ആ ഒരു പ്രഷർ കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഡിവോഴ്സിന്റെ കാര്യം ആരാ സാറിനെ വിളിച്ച് പറഞ്ഞത്? അവൾ തറപ്പിച്ചു ചോദിച്ചു. ഗോപി സർ കൃത്യമായൊരു മറുപടി പറയാതെ ഉരുണ്ടു കളിക്കുന്നതിലാണ് CI അങ്ങോട്ടേക്ക് വന്നത്. കാര്യം എന്താണെന്ന് CI ചോദിച്ചപ്പോൾ ഗോപി സാർ കാര്യങ്ങൾ വിശദീകരിച്ചു. CI ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കി. പക്ഷേ നിധി തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ CIക്ക് കാര്യം മനസ്സിലായി. ഡിവോഴ്സ് നിധിക്ക് മാത്രം ഇഷ്ടമാണ്. സുധീഷിന് അവളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം. ഗോപി സാർ CIയോട് പറഞ്ഞു. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ഗോപി, അതിൽ നമ്മൾ എന്തിനാ ഇടപെടുന്നത്? CI ഗോപി സാറിനെ നോക്കി ചോദിച്ചു. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. സാർ, ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്ത ഉടനെ തന്നെ ഗോപി സാറിന്റെ കോള് വന്നു, ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. സാർ, ഇതെങ്ങനെ അറിഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്ന ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അവൾ ചോദിച്ചു. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല കുട്ടി. എവിടെ വെച്ച് കല്യാണം കഴിഞ്ഞാലും ഒരുമിച്ച് ജീവിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണെന്ന് CI പറഞ്ഞു. അപ്പോഴാണ് ആ ഒരു സത്യം പുറത്തു വന്നത്. ഡിവോഴ്സിന്റെ കാര്യം ഗോപി സാറിനെ അറിയിച്ചത് സുധീഷ് ആണെന്ന് CIയുടെ മുന്നിൽ വെച്ച് തന്നെ ഗോപി സാറിന് സമ്മതിക്കേണ്ടി വന്നു. സുധീഷ് എന്നെ കാണാൻ വന്നിരുന്നു. അവന് ഡിവോഴ്സിന് താല്പര്യമില്ല. സ്വന്തം ഭാര്യയൊന്ന് വിളിച്ച് സംസാരിക്കാമോ എന്ന് അവൻ സങ്കടത്തോട് ചോദിച്ചപ്പോ ഞാൻ വിളിച്ചതാണ്, ഗോപി സാർ കുറ്റബോധത്തോട് പറഞ്ഞു. CI ഗോപി സാറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിധിയോട് നല്ലൊരു തീരുമാനമെടുക്കണമെന്നും ഉപദേശിച്ചു. പക്ഷേ നിധിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. സുധീഷ് ഇവിടെ വന്നു എന്ന് കേട്ടപ്പോൾ അവളുടെ തലച്ചോറ് മരവിക്കുന്നത് പോലെ തോന്നി. അവൻ എത്രത്തോളം പ്ലാൻ ചെയ്താണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത് എന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അവൻ ഭയങ്കര പാവമാ കുട്ടി. എന്റെ സ്വന്തം അനിയനെ പോലെയാ ഞാൻ അവനെ കാണുന്നത്. അവന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ അങ്ങനെ വിളിച്ചു പോയത്. ഡിവോഴ്സ് വേണ്ടാന്ന് വെച്ചാ അതെനിക്കും വലിയ സന്തോഷമായിരിക്കും, ഗോപി സാറ് വീണ്ടും പറഞ്ഞു. യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയ നിധി പെട്ടെന്നാണ് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്നു. അവളുടെ ഏറ്റവും വലിയ സംശയം ചോദിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. സർ, ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ എന്റെ കയ്യിൽ ID പ്രൂഫ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ID പ്രൂഫ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ കല്യാണം രജിസ്റ്റർ ചെയ്തത്? ഗോപി സർ അവളെ നോക്കി നിസ്സാരമായി പറഞ്ഞു. അതെന്തിനാ? സുധീഷ് അവന്റെ ഫോണിൽ നിന്റെ ആധാർ കാർഡിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചെന്നല്ലോ, അത് വെച്ചാ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ആ നിമിഷം നിധിയുടെ തലയിൽ ഒരു ഇടുത്തി വീണതുപോലെയായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി അവൾ റോഡിലൂടെ കടന്ന് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ. അന്ന് സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിൽ വെച്ച് സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് ആധാർ കാർഡ് ഇല്ലാതെ തിരുവനന്തപുരത്തെ പല ഹോസ്റ്റലുകളിലും കയറി ഇറങ്ങിയതും അപമാനിക്കപ്പെട്ടതുമെല്ലാം തന്നെ അവളുടെ മനസ്സിലൂടെ ഒരു സിനിമാ കഥ പോലെ ഇങ്ങനെ മിന്നിമറിഞ്ഞു. തന്റെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിട്ടും അവൻ അതൊക്കെ ഒളിച്ചു വെച്ചു. തന്നെ നാണം കെടുത്തിയില്ലേ? തന്നെ അവന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി അവൻ കളിച്ച വലിയൊരു നാടകമായിരുന്നില്ലേ ഇതെല്ലാം? അവളുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിയാൻ തുടങ്ങി. വഴിയിലൂടെ യാന്ത്രികമായി നടക്കുകയായിരുന്ന അവളുടെ അടുത്തേക്ക് സിദ്ധാർത്ഥ് കാർ കൊണ്ടുവന്ന് നിർത്തി. കാറിൽ കയറാൻ അവൾ ആദ്യം മടിച്ചുവെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കാറിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അന്ന് നടന്ന കല്യാണവും മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതും ഒക്കെ തന്നെയായിരുന്നു.
അവളുടെ മുഖത്ത് ടെൻഷൻ കണ്ട് സിദ്ധാർത്ഥ് കാര്യം എന്താണെന്ന് ചോദിച്ചു. വീട്ടുകാർക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നും ഇഷ്ടമില്ലല്ലോ. ഈ റിലേറ്റീവിനോട് സംസാരിച്ചപ്പോഴേക്കും അവർക്ക് അത് തന്നെയാ പറയാനുള്ളത്. അതുകൊണ്ട് വല്ലാത്തൊരു മൂഡ് ഓഫ് ആയി പോയി. അവൾ പെട്ടെന്ന് നുണ പറഞ്ഞു. നീ അവിടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറുന്നതാ നല്ലത്, സിദ്ധാർത്ഥ് അവളെ ഉപദേശിച്ചു. ഹാ, ഞാൻ ആലോചിക്കാമെന്ന് മാത്രം പറഞ്ഞ് അവൾ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി. അവളുടെ മനസ്സിൽ തന്നെ ചതിച്ച സുധീഷിന്റെ മുഖം മാത്രമായിരുന്നു. ഇതേ സമയം കിളിക്കൂട്ടിൽ നിധിയുടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. നീതുവും ചാന്ദ്രിയും അവിനാശും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. വലിയൊരു പാർട്ടി തന്നെ അവിടെ ഒരുക്കിയിരുന്നു. സിദ്ധാർത്ഥിന്റെ കാറിൽ നിധി വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ സുധീഷിന്റെ മുഖം പെട്ടെന്ന് മങ്ങിയെങ്കിലും അവൻ പുറത്തേക്ക് സന്തോഷം അഭിനയിച്ചു. പാർട്ടി തുടങ്ങി. എല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിച്ചും നിധി കേക്ക് മുറിച്ചു. നീതുവും കൂട്ടുകാരും അവൾക്ക് ഗിഫ്റ്റുകൾ നൽകി. പുറമേ ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് സുധീഷിന്റെ നേരെ തിരിയുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ വല്ലാത്തൊരു ദേഷ്യം എരിയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവിടെ നിന്നും യാത്ര പറഞ്ഞുപോയി. ഇന്ന് അയാൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ അവളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്റെ പ്രണയം തുറന്നു പറയാൻ പോവാണ്. സുധീഷ് നികേഷിനോടും ഹരീഷിനോടും പതിയെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ നിധി അവന്റെ അടുത്തേക്ക് വന്നു. സുധീഷെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അവള് ചോദിച്ചു. സുധീഷിന് അത് കേട്ടപ്പോൾ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗം ബൈക്കിന്റെ താക്കോലെടുത്തു കൊടുത്തു. ബൈക്ക് വേണ്ട, നമുക്ക് സ്കൂട്ടിയിൽ പോവാം, ഞാൻ ഓടിക്കാം, നിധി പറഞ്ഞു. അവൻ സന്തോഷത്തോടു കൂടി സ്കൂട്ടിയുടെ പിന്നിൽ കയറിയിരുന്നു. യാത്രക്കിടയിൽ അവൻ പലതും സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിധി ഒന്നിനും തന്നെ മറുപടി കൊടുത്തില്ല. അവളുടെ മുഖം വലിഞ്ഞു മുറുങ്ങിയിരുന്നു. വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു അവൾ ഓടിച്ചിരുന്നത്. അവൻ നേരെ എത്തിയത് ബീച്ചിലേക്കായിരുന്നു. വലിയ തിരമാലകൾ ആഞ്ഞിരിക്കുന്ന ആ ഒരു കടപ്പുറത്ത് ഒരുപാട് നേരം അവർ അങ്ങനെ മിണ്ടാതെ നോക്കിയിരുന്നു. അവളുടെ കാതുകളിൽ ഗോപി സർ പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. സുധീഷ് അവന്റെ മൊബൈലിൽ നിന്നാണ് ആധാർ കാർഡ് കാണിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത്, അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തത് എന്ന്. സുധീഷ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ മനസ്സിൽ പലതും സ്വപ്നം കാണുകയായിരുന്നു. അവൾക്ക് ഒരു ബൊക്കെ കൊടുത്ത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിധി, ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുമെന്നൊക്കെ അവൻ എങ്ങനെ സങ്കല്പിച്ചു. നിധി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടിയാ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അവൾ ഗൗരവത്തോടെ പറഞ്ഞു. നിധി തന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വലിയ തെറ്റിദ്ധാരണയിൽ സുധീഷ് പറഞ്ഞു. എന്നാ ആദ്യം നിധി പറഞ്ഞു. വേണ്ട, സുധീഷ് ആദ്യം പറ, അവൾ കടുപ്പിച്ചു പറഞ്ഞു. സുധീഷ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി. പിന്നെ മനസ്സിലുള്ളതെല്ലാം തന്നെ പറയാൻ തുടങ്ങി. നിധി, നീ ഇല്ലാതെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഡിവോഴ്സ് ഒന്നും വേണ്ട നിധി. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ തുറപ്പിച്ചു നോക്കി. നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. അതേ നിധി, നിന്നെ കണ്ട അന്ന് തൊട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് നമ്മൾ ഒരുമിച്ചായപ്പോ ആ ഇഷ്ടം കൂടി കൂടി വന്നു. നിനക്കും എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ കരുതിയത്. അവൾ ഉറക്കെ അങ്ങ് ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എന്നെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ സുധീഷേ? നിന്നെ ഇഷ്ടപ്പെടാൻ എന്ത് കാരണമാ ഉള്ളത്? ഒരു കാരണമെങ്കിലും നീ പറ, അവൾ ദേഷ്യത്തോട് ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത ആ കല്യാണം മുടക്കി നിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിനക്ക് ജോലി ചെയ്യാൻ ഞാൻ സഹായിച്ചില്ലേ? സുധീഷ് ചോദിച്ചു. ഓ, അങ്ങനെ ഒരു സഹായം ചെയ്തതിന് ഞാൻ നിന്നോട് താങ്ക്സ് പറയുന്നു. പക്ഷേ അതിനർത്ഥം നിന്നെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ പ്രണയിക്കുമെന്നാണോ? ഫ്രോഡോ? ഞാനോ? സുധീഷ് ഞെട്ടിപ്പോയി. അതെ, നീ വലിയൊരു ഫ്രോഡാണ്. ഞാൻ ഇന്ന് ഗോപി സാറിനെ കാണാൻ പോയിരുന്നു. ഡിവോഴ്സ് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ കോൾ വന്നപ്പോ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ നാടകങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഗോപി സാർ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. നീ തന്നെയല്ലേ പോയിട്ട് ഡിവോഴ്സ് വേണ്ട എന്ന് പറയാൻ വേണ്ടിട്ട് ഗോപി സാറിനെ ഏൽപ്പിച്ചത്? ഇത് രണ്ടാമത്തെ തവണയാ നീ പോയിട്ട് അയാളെ കാണുന്നത്. നീ പറഞ്ഞിട്ടില്ലേ അയാൾ എന്നെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയത്? നിധി അലറി. അതെനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് നിധി. നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് ഞാൻ കരുതി, സുധീഷ് പരിങ്ങി. അപ്പോ നിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിട്ട് നീ എന്ത് നാടകം കളിക്കുമല്ലേ? ID പ്രൂഫ് ഇല്ലാതെ കല്യാണം നടന്നു എന്ന് നീ എന്നോട് പറഞ്ഞ നീ എന്നെ ചതിച്ചില്ലേ? എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് നീ പ്ലാൻ ചെയ്ത് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതല്ലേ? അവിടെ വെച്ച് നാടകം കളിച്ച് എന്റെ കഴുത്തിൽ നീ താലി കെട്ടി. നിന്റെ ഫോണിലുണ്ടായിരുന്ന എന്റെ ആധാർ കാർഡിന്റെ കോപ്പികൾ കാണിച്ചുകൊണ്ട് നീ കല്യാണം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നില്ലേടാ? അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തിൽ തന്നെ വിറച്ചു. അല്ല നിധി, അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാ. നിനക്ക് ആ സൂര്യയുമായിട്ടുള്ള കല്യാണം ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വഴിയിൽ വെച്ച് നീ അവന്റെ കോൾ എടുത്തത് കൊണ്ടല്ലേ നിന്റെ അച്ഛൻ എല്ലാം അറിഞ്ഞത്. അങ്ങനെ നിന്റെ അച്ഛനും ഗുണ്ടകളും നമ്മൾ അന്വേഷിച്ചു വന്നപ്പോ അവരിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതൊക്കെ എങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും? എങ്ങനെ ഇതൊക്കെ എനിക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും? സുധീഷ് കരയാൻ തുടങ്ങി. കഥയുണ്ടാക്കി പറയാനൊക്കെ നീ മിടുക്കനാണല്ലോ. നിനക്ക് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്റെ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെയാടാ നമ്മുടെ കല്യാണം നടന്നത്? നിനക്ക് ഇത്രക്ക് സ്വാർത്ഥനാവാൻ എങ്ങനെ കഴിഞ്ഞു? നീ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല.
നിന്റെ ഫോണിൽ എന്റെ ആധാർ കാർഡ് ഉണ്ടായിട്ടും തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ എത്ര ഹോസ്റ്റലുകളിൽ കയറി ഇറങ്ങി. അന്നൊക്കെ ID പ്രൂഫ് കയ്യിലില്ലെന്ന് പറഞ്ഞ് നീ എന്നെ ചതിച്ചില്ലേ? ഞാൻ അപമാനിക്കപ്പെടുന്നത് നീ നോക്കി നിന്നില്ലേ? നിധിയുടെ കണ്ണുകളിൽ നിന്ന് സങ്കടവും ദേഷ്യവും ഒരുപോലെ ഒഴുകി. അത് ആധാർ കാർഡിന്റെ കാര്യം ഞാൻ അന്ന് മറന്നുപോയിരുന്നു നിധി. അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് മറന്നുപോയി എന്ന്? സ്റ്റേഷനിൽ വെച്ച് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ ആധാർ കാർഡിന്റെ കാര്യം നീ മറന്നില്ലല്ലോ. എന്നെ കല്യാണം കഴിക്കുക എന്ന് നിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടല്ലേ നീ അന്ന് ആധാർ കാർഡ് കാണിച്ചിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു, റിസപ്ഷൻ നടത്തി. ഞാൻ നിന്റെ ഭാര്യയാണെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴല്ലേ നീ ആധാർ കാർഡുള്ള കാര്യം തന്നെ മറച്ചു വെച്ചത്. ഞാൻ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവനെ കടന്നു പിടിക്കാനായി ചെന്നു. ആ വീട്ടിൽ താമസിച്ചത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ നിധി? അവൻ ദയനീയമായി ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് നല്ലൊരു ജോലി വാങ്ങി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാ. അതിന് തടസ്സം നിന്നത് നീയാണ്. ഞാൻ എന്നും നിന്റെ ഭാര്യയായി ആ വീട്ടിൽ തന്നെ കിടക്കണമെന്ന് നീ കരുതിയില്ലേ? നീ എന്നോട് അങ്ങനെ കരുതിയിട്ടല്ലേ നീ എന്നോട് ഈ കൊടും ക്രൂരത ചെയ്തത്? ID പ്രൂഫ് ഇല്ലാതെ കല്യാണം നടക്കുമോ എന്ന് ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാ സുധീഷേ? അപ്പോഴൊക്കെ ഒന്നും അറിയാത്തവനെ പോലെ നീ അഭിനയിച്ചു. ഇതിൽ നിന്ന് ഞാൻ എത്ര തവണയാണ് ആധാർ കാർഡ് ഇല്ലാതെ വിഷമിച്ചത്. പലയിടത്തും അപമാനിതയായി. അതൊക്കെ കണ്ട് ഒരു കുറ്റബോധവുമില്ലാതെ നീ രസിക്കുകയായിരുന്നില്ലേ? എനിക്ക് പുതിയ ആധാർ കാർഡ് എടുത്തു തരാൻ എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക്. അവൾ പുച്ഛിച്ചു ചിരിച്ചു. നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിധി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. സഹായിക്കണമെങ്കിൽ നീ എനിക്ക് ആധാർ കാർഡ് തരികയാ വേണ്ടിയിരുന്നത്. ഞാൻ വിഷമിക്കുന്നത് കണ്ടിട്ടും നീ അത് തന്നില്ല. നീ ചെയ്തത് കൊടും ചതിയാണ്. എന്നെ മാത്രമല്ല ആ ഗോപി സാറിനെ നീ പറ്റിച്ചില്ലേ. നീ ഒരു പക്ക ഫ്രോഡാണ്. ഒരു പക്ക ക്രിമിനലാണടാ നീ. പോലൊരു ക്രിമിനലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ ദേഷ്യത്തിൽ അവന്റെ ഷർട്ടിനങ്ങ് കുത്തിനി പിടിച്ചു. ഇത്രക്കും മോശപ്പെട്ടവനാണോടാ ഞാന്? നീ പറ. സ്റ്റേഷനിൽ വെച്ച് അന്ന് കല്യാണം എന്ന ഓപ്ഷൻ പറഞ്ഞത് നീ തന്നെയല്ലേ? സത്യമായിട്ടും അല്ല നിധി. അന്ന് നമ്മൾ തമ്മിൽ ലവേഴ്സ് ആണെന്ന് കരുതിയത്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് തടഞ്ഞില്ല. കാരണം നമ്മൾ തമ്മിൽ ലവേഴ്സ് അല്ലെന്ന് അവർ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛൻ അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുപോയേനെ. അത് തടയാൻ വേണ്ടിട്ട് ഞാനത് അവര് പറഞ്ഞപ്പോ സമ്മതിച്ചത്. അവരെന്നോട് നിന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വലിയ ഷോക്കായിരുന്നു. നിന്നെ അന്ന് രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ സമയത്തന്നെ എന്റെ ഫോണിൽ ആധാർ കാർഡുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ധൃതിയിൽ എടുത്തത് കൊണ്ട് എനിക്കിപ്പോ ഓർമ്മ പോലുമില്ല. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് നീന്തി ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിനെ അങ്ങ് പിടിവിട്ട് അവനെ പുറത്തേക്ക് അങ്ങ് തള്ളി മാറ്റി. സുധീഷ് വീണ്ടും ദയനീയമായി പറഞ്ഞു. അന്ന് ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റുമായിരുന്നോ? നിനക്ക് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നോ? നിന്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് മാത്രമാ നിന്റെ വീട്ടുകാർ അടങ്ങിയിരിക്കുന്നത്. ഇതൊന്നും ഓർക്കാതെ എന്നെ മാത്രം നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിധി. നീ കുറ്റവാളി തന്നെയാണ്. എടാ നീ മിണ്ടടാ, നീ കുറ്റവാളി തന്നെയാടാ. അവൾ ഉറക്കെ അലറി. സുധീഷ് കണ്ണു നിറഞ്ഞ് അവളെ നോക്കി നിന്നു. നീ എന്നോട് പറഞ്ഞ ഓരോ വാക്കും കള്ളമായിരുന്നു. നിന്നെപ്പറ്റി, നിന്റെ കുടുംബത്തെപ്പറ്റി, നിന്റെ ജോലിയെപ്പറ്റി എല്ലാം നുണകളായിരുന്നു. ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നിട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ നുണ. വാ തുറന്ന നുണകൾ മാത്രം പറഞ്ഞ് നീ എന്നെ ചതിച്ചു. ഇനിയും എന്തൊക്കെയാ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് എന്ന് ദൈവത്തിനറിയാം. നിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. എന്നിട്ടും നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു. നിന്നെ പോലെ ഒരു ഫ്രോഡിനെ ആരാടാ ഇഷ്ടപ്പെടുക? ഇനിയും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നാണോ നീ പറയുന്നത്? എനിക്ക് നിന്നോട് അല്പമെങ്കിലും ഉണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും എല്ലാം ഇതോടുകൂടെ പോയി കിട്ടി. അവൾ ശ്വാസമെടുക്കാനായി ഒന്ന് നിർത്തി. എന്നിട്ട് വീണ്ടും തുടർന്നു. ഇതുവരെ ചെയ്തതിന് എല്ലാ സഹായങ്ങൾക്കും നന്ദി. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല. നമ്മൾ തമ്മിൽ പ്രണയിച്ച് ഈ കല്യാണം സത്യമാക്കണമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ് ഈ ഡിവോഴ്സ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ നിന്റെ നിഴൽ പോലും എന്റെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊല്ലാനാ എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോടാ. അത്രയും പറഞ്ഞ് അവൾ ദേഷ്യത്തോടു കൂടെ തിരിഞ്ഞു നടന്നു. നിധി, അവൻ നെഞ്ചുകൊട്ടി വിളിച്ചു. അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ വേഗത്തിൽ നടന്നു. പുറകെ ഒന്നും മിണ്ടാതെ തകർന്ന ഹൃദയത്തോടു കൂടി സുധീഷും നടന്നു. അവർ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ സുഭാഷും ഹരീഷും നികേഷും എല്ലാം തന്നെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിധി ആരോടും ഒന്നും പറയാതെ ദേഷ്യത്തോടു കൂടെ അവിടെ നേരെ സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ചു. അത് കണ്ട സുഭാഷും മറ്റുള്ളവരും അത്ഭുതത്തോടു കൂടി സുധീഷിനെ നോക്കി. എന്താണ് പ്രശ്നം? അവൾക്ക് എന്താടാ പറ്റിയത്? സുധീഷ് ചോദിച്ചു. സുധീഷ് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. നീ ഏട്ടത്തിയോട് പ്രണയം തുറന്നു പറഞ്ഞോ? നികേഷ് പതുക്കെ ചോദിച്ചു. അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു. എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തളർന്ന കാലുകളോട് നേരെ മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി ആ വീട്ടിൽ ആരും ശരിക്കൊന്നും ഉറങ്ങിയിട്ടു പോലുമില്ല. മുറിയിലെ ഇരുട്ടിൽ നിധി പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിലേക്ക് തറക്കുന്ന വേദനയിൽ കണ്ണീരോടുകൂടെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു സുധീഷ്. ചെയ്ത തെറ്റുകൾക്ക് കാലം നൽകിയ വലിയൊരു ശിക്ഷ അവനെ കാർന്നു തിന്നുകയായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.